ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ അങ്ങനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ഹൈപ്പ് എന്ന ഓപ്ഷൻ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. പെട്ടെന്ന് നമ്മളുടെ വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരികയാണ്, പാലില്ല പാൽപ്പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്ത് നോക്കാൻ പറ്റിയ അടിപൊളി ഒരു ടിപ്പാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് ആയിട്ടൊന്ന് അരച്ചെടുത്ത് അതിൻ്റെ പാല് മാത്രമായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കട്ടൻ ചായ ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് പാത്രത്തിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. നിങ്ങൾ ചായയൊക്കെ ഉണ്ടാക്കി എടുക്കുന്ന സമയത്ത് നന്നായിട്ട് തിളച്ചതിന് ശേഷം പൊടി ഇട്ടിട്ടും വീണ്ടും തിളപ്പിക്കുകയല്ലേ. എന്നാൽ അങ്ങനെയല്ല, ചായയുടെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നന്നായിട്ട് വെള്ളം ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് അടച്ചും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് നമുക്ക് തിളച്ച് കിട്ടും, ഗ്യാസ് ലാഭിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. തുറന്ന് വെച്ച് വേവിക്കുകയാണെങ്കിൽ കുറേ അധികം സമയം നമുക്ക് വേവിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ വെള്ളം തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ഇഞ്ചി ചതച്ചതും കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊന്ന് അടുപ്പ് ഓഫ് ചെയ്യാം കേട്ടോ. ഏകദേശം ഒരു 2-3 മിനിറ്റിന് ശേഷം നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ പെർഫെക്റ്റ് ആയിട്ടുള്ള കട്ടൻ ചായ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്കിതൊന്ന് അരിച്ചും കൂടെ എടുക്കാം. പാൽ ചായ കൊണ്ട് തന്നെ ഞാൻ കുറച്ചധികം തന്നെ ചായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ അളവിനനുസരിച്ച് അതിലൊക്കെ വ്യത്യാസം വരുത്താവുന്നതാണ്. ഞാൻ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കട്ടിയുള്ള തേങ്ങാപ്പാൽ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നല്ലൊരു വെറൈറ്റി ടേസ്റ്റ്. പാലില്ലാതെയാണ് ഇത് ഉണ്ടാക്കിയെടുത്തത് എന്ന് പറഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ. അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി നമ്മളുടെ വീട്ടിൽ പാലുമില്ല പാൽപ്പൊടിയില്ല തേങ്ങയും ഇല്ലെങ്കിൽ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ ടിപ്പാണ്. അതിന് വേണ്ടിയിട്ടൊരു മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മിക്സി ജാറിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താലും മതിയാവും. ഞാനിപ്പോൾ ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത്. നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. വിസ്ക് ഉണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കട്ടൻ ചായ ഞാൻ ഇതിലേക്ക് ഒഴിച്ച് പെട്ടെന്ന് അങ്ങ് മിക്സ് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ അത് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ പാലൊഴിച്ചതിനേക്കാളും അടിപൊളി ടേസ്റ്റിലൊരു ചായ നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഭയങ്കര ചൂടിൽ നിങ്ങൾ മുട്ട ഒഴിച്ച് മിക്സാക്കി എടുക്കുകയാണെങ്കിൽ അത് പിരിഞ്ഞു പോകും ട്ടോ. ഈ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്തെടുക്കുകയാണെങ്കിൽ പിരിഞ്ഞൊന്നും പോകാതെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനി നമുക്കിതൊന്ന് അരിച്ചും കൂടെ മാറ്റാം. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു ചായ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്ന് ഫീഡ്ബാക്സ് ആയിട്ട് അറിയിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വെള്ളം കുറച്ച് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് പൂരിയും ചപ്പാത്തിയും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ ടിപ്പാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. കുറേ അധികം സമയം നമ്മൾ കിച്ചണിൽ നിന്ന് ചെയ്യുന്ന ജോലികൾ വളരെ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ തീർക്കാം, അതുപോലെ തന്നെ ഗ്യാസ് ലാഭിക്കാം എന്നുള്ള ഒരു ടിപ്പും കൂടെ ഇതിലൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് മുഴുവനായിട്ട് കണ്ടു നോക്കുക. കുറേ അധികം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് അങ്ങ് കുഴച്ചെടുക്കുകയാണെങ്കിൽ അതിൽ വെള്ളം കൂടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇതുപോലെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് മിക്സ് ആക്കിയതിന് ശേഷം കയ്യിൽ കുറച്ച് എണ്ണ ഒന്ന് പുരട്ടിയിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ കയ്യിലൊന്നും അധികം മാവൊന്നും ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. പെട്ടെന്ന് നമുക്കത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇപ്പോൾ കണ്ടില്ല, അധികം ഒന്നും ഒട്ടിപ്പിടിക്കുന്നില്ല. പെട്ടെന്ന് നമുക്കത് കുഴക്കേണ്ട ജോലിയും തീർന്ന് കിട്ടി. ഇനി ഒന്ന് ജസ്റ്റ് കൗണ്ടർ ടോപ്പിലിട്ടൊന്ന് മിക്സ് ആക്കി എടുത്താൽ മാത്രം മതിയാവും. വളരെ എളുപ്പത്തിൽ ചപ്പാത്തി മാവ് കുഴയ്ക്കാനുള്ള ഈ ഒരു ടിപ്പ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മളിതിൽ നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ കുറേ സമയത്തേക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. എല്ലാവരും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്കിതൊന്ന് പരത്തിയും കൂടെ എടുക്കാം. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് വലുതായിട്ട് തന്നെ ഒന്ന് പരത്തി എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് ഒരു 5-6 പൂരിയൊക്കെ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. അത്യാവശ്യം വലിയ ഉരുള തന്നെ എടുത്തിട്ട് ഞാൻ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം ഇതുപോലുള്ളൊരു ടിഫിൻ ബോക്സ് എടുത്തിട്ട് ഞാൻ ഭൂരിയുടെ ഷേപ്പിലാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഏകദേശം 4 ഭൂരി ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് വലിപ്പത്തിൽ പരത്തിയെടുക്കുകയാണെങ്കിൽ കുറച്ച് അധികം തന്നെ ഒറ്റയടിക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. നമുക്ക് ഈ ഒരു കട്ട് ചെയ്തത് മാത്രം എടുത്ത് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള മാവൊന്നുകൂടെ ഉരുട്ടിയിട്ട് പഴയതുപോലെ തന്നെ നമുക്ക് പരത്തി കട്ട് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇഡലി പാത്രത്തിലേക്ക് കുറച്ച് എണ്ണയൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് നേരത്തെ നമ്മളെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ പരത്തി വെച്ചതും ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്.
എന്നിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുത്താൽ മാത്രം മതി കേട്ടോ. കുറേ സമയം വെച്ച് നമ്മൾ ചെയ്തെടുക്കരുത്. അതിൻ്റെ ആ സോഫ്റ്റ്നെസ് അങ്ങ് നഷ്ടപ്പെടും. 2-3 മിനിറ്റ് മാത്രം ഒന്ന് വെച്ചതിന് ശേഷം നമുക്ക് അടുപ്പിൽ നിന്നൊന്ന് മാറ്റാം. ഇപ്പോൾ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് സോഫ്റ്റായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് ഈ ഒരു തട്ടിൽ നിന്നും എടുത്തു മാറ്റാവുന്നതേ ഉള്ളൂ. ഇതുപോലെ നിങ്ങൾ ആവി കയറ്റിയിട്ട് പൂരി ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുക. എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് പെട്ടെന്ന് എടുത്ത് ചുടാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. നമ്മൾ രാവിലെ തിരക്കിട്ട് ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് മാവ് പരത്തി ഇതുപോലെ ഒന്നും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. പക്ഷേ ഈ രീതിയിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് തോന്നുന്ന സമയത്ത് ഭൂരിയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഭൂരി ഫ്ലഫി ആയിട്ട് കിട്ടുമോ എന്നൊക്കെ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊന്ന് ചുട്ടും കൂടെ കാണിക്കുന്നത്. കണ്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് എണ്ണയിലിടുമ്പോൾ തന്നെ നല്ല ഫ്ലഫി ആയിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഉച്ചയൊക്കെ കഴിഞ്ഞ് വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇതുപോലെയൊക്കെ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരാഴ്ചയ്ക്കൊക്കെ നമുക്ക് കുറച്ച് അധികം തന്നെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ജോലിഭാരം നമുക്ക് കുറയുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ടൈമും സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഗ്യാസും സേവിങ് ആണ്. എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഓൾറെഡി നമ്മളിത് വേവിച്ചതായതുകൊണ്ട് തന്നെ നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ടിട്ട് പെട്ടെന്ന് നമുക്കിത് കോരിയെടുക്കാം. കുറേ സമയം നമ്മളിത് എണ്ണയിലിട്ട് വേവിക്കേണ്ട ഒരു ആവശ്യവുമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടായ എണ്ണയിലിട്ടൊന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്താൽ മാത്രം മതിയാവും. നല്ല ഫ്ലഫി ആയിട്ട് കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ ക്രിസ്പി ആക്കി എടുക്കാം. ഞാനിപ്പോൾ കറി ഒഴിച്ച് കഴിക്കേണ്ടതായതുകൊണ്ട് തന്നെ ഓവറായിട്ട് ഞാനിവിടെ ക്രിസ്പി ആക്കി എടുക്കുന്നില്ല. ഇനി നമുക്ക് അതേ മാവ് വെച്ചിട്ട് എങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം ഞാൻ ഇവിടെ കാണിക്കുന്നത്. ചപ്പാത്തിയൊക്കെ ഇതുപോലെ നന്നായിട്ട് അധികം കട്ടിയില്ലാതെ തിന്നായിട്ടൊന്ന് പരത്തി എടുത്തിട്ടുണ്ട്. എന്നിട്ട് രണ്ട് പുറവും നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. ഇതുപോലെ നമ്മൾ കുറച്ച് അധികം തന്നെ ചപ്പാത്തി ഒന്ന് ചൂടാക്കി എടുത്ത് വെക്കുകയാണെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. രാവിലെ നമുക്ക് തിരക്കിട്ട് ജോലികളൊക്കെ ചെയ്യുന്ന സമയത്ത് ചപ്പാത്തി പരത്തി ചുടുക എന്നുള്ളത് നല്ല ടാസ്ക്കായ പരിപാടിയാണല്ലേ. നമ്മൾ കടയിൽ നിന്നൊക്കെ റെഡിമെയ്ഡ് ചപ്പാത്തി വാങ്ങുന്ന സമയത്ത് ഇതുപോലെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ജസ്റ്റ് രണ്ട് സൈഡും ഒന്ന് ചൂടാക്കി എടുത്തിട്ട് പാക്കറ്റിൽ വരുന്നതായിരിക്കും. അതിൽ കുറേ പ്രിസർവേറ്റീവ്സും കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ടാവും. എന്നാൽ നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ. ഇതുപോലെ കുറച്ചധികം തന്നെ ഉണ്ടാക്കിയിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നർ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാവുന്നതേ. ഒരാഴ്ചത്തേക്കൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്ത് വെക്കുകയാണെങ്കിൽ ജോലികളൊക്കെ നമുക്ക് പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, വല്ലാണ്ട് അങ്ങ് വെന്ത് പോവരുത്. ഈ ഒരു രീതിയിലാക്കി എടുത്താൽ മാത്രം മതിയാവും കേട്ടോ. അപ്പോൾ ഏകദേശം ഞാനിപ്പോൾ ഇത്രയും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ വെച്ചിട്ടൊന്ന് സൂക്ഷിച്ച് വെക്കാം. നെക്സ്റ്റ് ഈ ഒരു മാവ് വെച്ചിട്ട് ചപ്പാത്തി ഉണ്ടാക്കിയാൽ നമുക്ക് എത്ര സോഫ്റ്റ് ആയിട്ട് നല്ല ഫ്ലഫി ആയിട്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാമെന്നാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ചപ്പാത്തി മാവ് നല്ല തിന്നായിട്ട് ഞാനിവിടെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങളൊന്ന് ചെയ്തെടുത്താൽ മതിയാവും. നിങ്ങൾക്ക് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് കുറച്ചധികം വലുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാം ഇതുപോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. നമുക്ക് പാനിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചുട്ടെടുക്കുക. അപ്പോൾ കണ്ടത് നല്ല ഫ്ലഫി ആയിട്ട് തന്നെ നമ്മുടെ ചപ്പാത്തി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. വൈകുന്നേരം വരെയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ ഇല്ലയോ എന്ന് ഫീഡ്ബാക്ക്സ് ആയിട്ട് അറിയിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. അടുത്തതായിട്ട് അകാല നരമൂലം ബുദ്ധിമുട്ടുന്നവർക്കുള്ള നല്ലൊരു നാച്ചുറൽ റെമഡിയാണ്. മുടിയുടെ അകാല നര തടയാൻ ആഹാരക്രമത്തിലും ജീവിതശൈലിയിലും ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മുടി നരയ്ക്കുന്നതിന് കാരണമാകുന്ന വിറ്റാമിൻ കുറവുകൾ പരിഹരിക്കുകയും ആന്റി ഓക്സിഡന്റുകൾ തുടങ്ങിയ ഭക്ഷണം ശീലമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാന മാർഗം. മുടിക്ക് കറുപ്പ് നിറം നൽകുന്ന മെലാനിൻ ഉൽപ്പാദനത്തിന് ചില പ്രധാന പോഷകങ്ങൾ ആവശ്യമാണ്. വിറ്റാമിൻ B12, വിറ്റാമിൻ D3, ഇരുമ്പ്, കോപ്പർ, സിങ്ക് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. മുരിങ്ങയില, ചീര, ഈന്തപ്പഴം, ബദാം, വാൾനട്ട്സ്, നെല്ലിക്ക, മത്സ്യം എന്നിവ കഴിക്കുന്ന ഈ പോഷകങ്ങൾ ശരീരത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരു പരിധിവരെ സഹായിക്കും. വിട്ടുമാറാത്ത മാനസിക സമ്മർദ്ദം മുടിയുടെ പിഗ്മെന്റേഷനെ ബാധിക്കുകയും നരയ്ക്ക് കാരണമാകുകയും ചെയ്യുന്നു. യോഗ, മെഡിറ്റേഷൻ എന്നിവ ശീലമാക്കുന്നത് മുടിയുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഹെയർ ഡൈകളിലെ അമിതമായ കെമിക്കലുകൾ മുടിക്ക് കേടുപാടുകൾ ഉണ്ടാക്കാം. അൾട്രാവയലറ്റ് രശ്മികൾ മുടിക്ക് ദോഷം ചെയ്യുന്നതും പുകവലി പൂർണ്ണമായിട്ട് നിർത്തുന്നതുമൊക്കെ നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ്. അപ്പം നാച്ചുറലായിട്ട് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഹെയർ ഡൈ ആണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് പാലാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്.
പാലിൽ അടങ്ങിയിട്ടുള്ള പ്രോട്ടീനുകൾ മുടിയുടെ വേരുകളെ ഉള്ളിൽ നിന്ന് ശക്തിപ്പെടുത്തുകയും മുടി കൊഴിച്ചിൽ തടയാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട്. മാത്രമല്ല പ്രകൃതിദത്തമായ ഒരു കണ്ടീഷണറായി പാല് പ്രവർത്തിക്കുന്നുണ്ട്. ഇത് മുടിക്ക് നല്ല തിളക്കവും മൃദുത്വവും നൽകുന്നു. മുടിക്ക് ആവശ്യമായ ഈർപ്പം നൽകി വരൾച്ചയും മുടി പിളരുന്നതും തടയാൻ വേണ്ടിയിട്ടും പാല് സഹായിക്കുന്നുണ്ട്. പാലിലുള്ള ബയോട്ടിൻ, കാൽഷ്യം, വിറ്റാമിനുകൾ എന്നിവ മുടിയുടെ ആരോഗ്യകരമായ വളർച്ചയെ നന്നായിട്ട് ഉത്സാഹിപ്പിക്കുന്നുണ്ട്. പാലിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെല്ലിക്കാപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മൈലാഞ്ചി പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ എടുക്കുന്ന പൊടികൾ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള പൊടികളായിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പാടായിരിക്കും കേട്ടോ. നന്നായിട്ട് ഈ പാലിലൊന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഒരു ഓവർനൈറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിറ്റേ ദിവസമുള്ളൊരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. നന്നായിട്ട് നമുക്കിവിടെ ഡൈ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് തലയിൽ അപ്ലൈ ചെയ്യാം. കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് സോപ്പോ ഷാമ്പോ ഉപയോഗിക്കാതെ കഴുകിക്കളയാം. നമ്മൾ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ ഈ ഒരു സംഭവം ചെയ്യുന്നത്. അതിലൂടെ നമുക്ക് മുടി നന്നായിട്ട് ബ്ലാക്ക് ആയിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടുകയൊന്നുമില്ല. ഒരു ലൈറ്റ് ബ്രൗണിഷ് കളറായിട്ടാണ് നമുക്ക് മുടി കിട്ടുന്നത്. ഇനി നമുക്ക് നന്നായിട്ട് ഡാർക്ക് ആയിട്ടുള്ള ബ്ലാക്ക് കളറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നീലിയാമിരിയാണ് കേട്ടോ. ഇത് നല്ല ബ്രാൻഡഡ് ആയിട്ട് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഫ്രഷ് ഇല ഉണ്ടെങ്കിൽ അത് അരച്ചതിന് ശേഷം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് അപ്പം തന്നെ നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാം. കുറേ സമയം വെച്ച് കൊടുത്തിട്ട് നമ്മൾ തേച്ച് കൊടുക്കരുത്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടില്ല. ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു 10-15 മിനിറ്റിന് ശേഷം വാഷ് ചെയ്താൽ നല്ല നാച്ചുറൽ ആയിട്ടുള്ള ബ്ലാക്ക് മുടി നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ ടിപ്പും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയോ ഇല്ലയോ എന്ന് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.